എക്സാമിന് പോയപ്പോൾ എനിക്ക് പീരീഡ്സായി വയ്യാതായി. എനിക്ക് എന്താ ചെയ്യേണ്ടറിയില്ല. സാധാരണ എനിക്ക് പീരീഡ്സ് വന്നാൽ എനിക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ പെയിനൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കത് ഭയങ്കര എക്സ്ട്രീമാണ്. ഫിസിക്സ് ആയപ്പോൾ ഫിസിക്സ് ടഫാണോ ഓൾറെഡി, പക്ഷേ എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ അങ്ങ് ഇല്ലാതായിപ്പോയി. കുറച്ച് സമയം കിടന്ന് ഒരു 10-15-20 മിനിറ്റോളം ഞാൻ കിടന്നിട്ടുണ്ട്. എക്സാം കഴിഞ്ഞു. എക്സാം എഴുതിയപ്പോൾ ലാസ്റ്റാണ് എൻ്റെ പേപ്പർ വാങ്ങിയത്. അതുകൊണ്ട് ഒരു ഗ്യാപ്പിൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻ കൂടി എക്സ്ട്രാ ചെയ്ത്. പിന്നെ ഇപ്പോൾ എക്സാമിൻ്റെ സ്കോർ വന്ന് ഞാൻ കരുതിയ പോലെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് പണ്ടേ മുതലേ എനിക്ക് എയിംസ് വേണം, ജിപ്മർ വേണം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എൻ്റെ ആഗ്രഹം. കാരണം അത്ര ദൂരമൊന്നുമില്ല എൻ്റെ വീട്ടിലേക്ക്. ഞാൻ വീട്ടിൽ നിന്ന് അധികം മാറിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഇടയ്ക്ക് ആഴ്ചയിൽ എനിക്ക് വീട്ടിൽ പോയി വരാൻ വേണ്ടുന്ന രീതിയിൽ ഞാൻ എപ്പോഴും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് തന്നെ ആഗ്രഹിച്ചിരുന്നത്. എൻ്റെ പേര് സിൻഷ. ഞാൻ കഴിഞ്ഞ ക്യാൻസലാക്കിയ നീറ്റ് എക്സാമിന് ഒരു 695-700 റേഞ്ചിൽ സ്കോർ ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ തന്നെ ഇവിടുന്ന് JPS നിന്ന് ഒരുപാട് സ്റ്റാഫ്സും JPയും സാർമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാനിപ്പോൾ 3ാമത്തെ ചെയ്യാണ്. അപ്പോൾ ഇതുവരെ ഞാൻ കരുതിയ പോലെ എനിക്ക് മാർക്ക് 2 കൊല്ലം എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ 3ാമത് ചെയ്തപ്പോൾ ഒരു മൊമെൻറ്റിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, ആ ഒരു മൊമെൻറ്റ് ഞാൻ അത്രക്കും ഹാപ്പിയായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ എക്സാം ക്യാൻസലാക്കി പറഞ്ഞ് പിന്നെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് ഒക്കെ ഭയങ്കര ഒരു ലൈക്ക് നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടല്ല, നമ്മളിതൊന്നും അറിയുന്ന പോലുമില്ല, നമ്മൾ കാരണമല്ല ഇതൊന്നും ഇങ്ങനെ ആയത്. വേറെ ആരോ ചെയ്തതിന് നമ്മൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ എന്താ പറയേണ്ട അറിയുന്നില്ലേനു. എക്സാമിന് എഴുതണം, കുറച്ച് ഗ്യാപ്പ് വന്നു. മീൻസ് നമ്മളിതെല്ലാം മറന്നിട്ട് വേറൊരു ലൈഫ്, അതായത് MBBS ലൈഫ് സ്വപ്നം കണ്ട് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ ബുക്ക് വരെ എൻ്റെ ഫാമിലിയിൽ ഒരു കുട്ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് കൊടുത്ത് ഇനി ഒന്നും വേണ്ടല്ലോ, ഇതെല്ലാം ഈ ബേർഡൻ അങ്ങനെയല്ല. മീൻസ് 3 കൊല്ലമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനമല്ലേ. അപ്പോൾ ആർക്കും പഠിക്കണ അത്ര ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഇത് നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മനക്കെട്ട് പഠിച്ചുണ്ടാക്കിയ ഒരു ഇത്. ഈ ബേർഡ് എന്ന് പറയുന്നതല്ല, പക്ഷെ ഒരു ബേർഡൻ തന്നെയാണിത്. അത് ഞാൻ ഇറക്കി വെച്ചതേനു. പിന്നെ അതെടുത്ത് തലയിൽ ചുമറ്റി ഞാൻ എന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ പിന്നെയും വന്നു. അപ്പോൾ ഒരു 1 മന്ത് നമുക്ക് ഗ്യാപ്പുള്ളൂ അടുത്ത എക്സാമിന്. ആദ്യത്തെ ഒരാഴ്ച ഒരു 10 ദിവസമൊക്കെ ഞാൻ ഭയങ്കര എനിക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല. ലൈക്ക് എവിടെ നിന്ന് തുടങ്ങണം, ഇനിയിപ്പോൾ എത്തിപ്പെടാൻ പറ്റുമോ, എനിക്ക് ഇത്ര മാർക്കിന്ന് ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്താലാണ് ആ മാർക്ക് എനിക്ക് പിന്നെ നേടി കിട്ടാന്ന് അറിയത്തില്ല. അങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടുത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് എന്തും തുറന്ന് പറയാം. ടെൻഷനാണേലും സങ്കടമാണേലും നമുക്ക് എല്ലാം നമ്മൾ പറയുന്ന പോലെയാണ് ഇവിടെ. അപ്പോൾ JPനെ സംസാരിക്കും, അങ്ങനെയൊക്കെ ഞാൻ റെഡിയായി വന്നു. ഒരു 10 ദിവസമൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഓക്കെ എനിക്കൊണ്ട് പറ്റും, ലൈക്ക് ഇത് പോട്ടെ, അടുത്ത എക്സാമിന് ഇതിലേറെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു, എക്സാംസ് ചെയ്തു. മീൻസ് കുറച്ചും കൂടി ടഫായ രീതിയിലൊക്കെ എക്സാം ഉണ്ട് നമുക്കറിയാലോ. അപ്പോൾ നമ്മളെന്താക്കും, കൂടുതലും ആ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പഠിച്ചിരുന്നത്. പക്ഷേ എക്സാംസൊക്കെ വന്ന് എല്ലാം റെഡിയായി, നമ്മൾ സെറ്റാണ് നമ്മൾ വിചാരിച്ച് നിൽക്കുന്ന ഒരു പോയിന്റിൽ ഞാൻ എക്സാമിന് പോയപ്പോൾ എനിക്ക് പീരീഡ്സായി വയ്യാതായി. എനിക്ക് എന്താ ചെയ്യേണ്ടറിയില്ല. സാധാരണ എനിക്ക് പീരീഡ്സ് വന്നാൽ എനിക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ പെയിനൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കത് ഭയങ്കര എക്സ്ട്രീമാണ്. ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും, ക്ലാസ്സിന് പോലും പോകില്ല. ഞാൻ പെയിൻ ഉണ്ടാവും, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, തലവേദന ഉണ്ടാവും. ചിലപ്പോൾ
ഹോസ്പിറ്റൽ വരെ പോകേണ്ട ആവശ്യം വരും എനിക്ക്. ഞാൻ എത്രയോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാണിച്ച് ഗ്ലൂക്കോസ് ഇട്ട് അങ്ങനെയൊക്കെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, എനിക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല. കാരണം നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അത് കൺമുന്നിലെത്തിയിട്ടും കിട്ടാത്തൊരവസ്ഥ വരികയാണ്. ഞാൻ ജെ പിക്ക് വിളിച്ച്, ജെ പി ഇങ്ങനെയൊക്കെ ആയി, ഇപ്പം എന്താ ചെയ്യുക? ജെ പി പറഞ്ഞു, മോളെ നീ ഒരു പെയിൻ കില്ലർ കഴിച്ചോ, ഒക്കെ റെഡി ആവും, അതൊന്നും കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ്. എന്നിട്ട് ഞാൻ കഴിച്ച്, എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നിരുന്നത്. അപ്പം അമ്മ ചോദിച്ചു എനിക്ക് എഴുതാൻ പറ്റുമോ, എങ്ങനെ ഇപ്പോൾ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ കുഴപ്പമില്ല, ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ വേദന ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ക്ലാസ്സിൽ പോയി എക്സാമൊക്കെ എഴുതി. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ആ ഡ്യൂറേഷനൊക്കെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സ്മൂത്തായിട്ടാണ് എക്സാം എഴുതിയത്. ബയോ എഴുതിയപ്പോൾ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന രീതി തന്നെ ഉണ്ടായിരുന്നത്. കെമിസ്ട്രി കുഴപ്പമില്ലാതെ എഴുതി. 2-3 ബബിൾ എഴുതി വെച്ചു, റൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫിസിക്സ് കടന്ന്, ഫിസിക്സ് ആയപ്പോൾ എനിക്ക് ഫിസിക്സ് ടഫാണോ ഓൾറെഡി, പക്ഷെ എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ അങ്ങ് ഇല്ലാതായിപ്പോയി. കുറച്ച് സമയം കിടന്ന് ഒരു 10-15-20 മിനിറ്റോളം ഞാൻ കിടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എക്സാം എഴുതാണ്, ഞാനിങ്ങനെ ഇനിയിപ്പോൾ എന്താക്കും? ഞാൻ അത്രക്കും ആഗ്രഹിച്ച് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഇതിന് മുന്നത്തെ എക്സാമിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, ഇന്നയിൽ കാണുന്ന പ്രതീക്ഷ, ലൈക്ക് ഞാൻ എന്തൊക്കെ ആയിരുന്നു എന്ന് തോന്നിയൊരു നിമിഷം ഉണ്ടായി എനിക്ക്. പക്ഷെ അതൊക്കെ ആ ഒറ്റ നിമിഷത്തിൽ എല്ലാം ഇല്ലാതായി പോയി തോന്നി എനിക്ക്. ഞാൻ ഇനി എന്നെക്കൊണ്ട് പറ്റുമോ, ഇനിയിപ്പോൾ ഡോക്ടറാകാൻ പറ്റുമോ, ഞാൻ ഇത്രയും കണ്ട സ്വപ്നം വെറുതെ ആയോ, അങ്ങനെയൊക്കെ തോന്നിപ്പോയൊരു നിമിഷമാണ് അത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നു. ഓക്കെ എന്തായാലും എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഇപ്പോൾ എക്സാം എഴുതാണെങ്കിലും എൻ്റെ ഫുള്ള് കൊടുത്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പേനും. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന്. അപ്പോൾ കുറച്ച് നേരം കിടന്നിട്ട് എല്ലാവരും എക്സാംസിൻ്റെ അവിടെ എല്ലാം സാറ് ഇടയ്ക്കിടയ്ക്ക് വരും, ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമില്ലാന്ന്. അങ്ങനെ എനിക്കൊന്നും പറയാനുള്ളൊരു ഇതില്ല, അത്രക്കും ഡൗണാണ് ഞാൻ. പിന്നെ എക്സാം കഴിഞ്ഞു. എക്സാം എഴുതിയപ്പോൾ ലാസ്റ്റാണ് എൻ്റെ പേപ്പർ വാങ്ങിയത്. അതുകൊണ്ട് ഒരു ഗ്യാപ്പിൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻ കൂടി എക്സ്ട്രാ ചെയ്ത്. പിന്നെ ഇപ്പോൾ എക്സാമിൻ്റെ സ്കോർ വന്ന് ഞാൻ കരുതിയ പോലെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് പണ്ടേ മുതലേ എനിക്ക് എയിംസ് വേണം, ജിപ്മർ വേണം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എൻ്റെ ആഗ്രഹം. കാരണം അത്ര ദൂരമൊന്നുമില്ല എൻ്റെ വീട്ടിലേക്ക്. ഞാൻ വീട്ടിൽ നിന്ന് അധികം മാറിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഇടയ്ക്ക് ആഴ്ചയിൽ എനിക്ക് വീട്ടിൽ പോയി വരാൻ വേണ്ടുന്ന രീതിയിൽ ഞാൻ എപ്പോഴും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് തന്നെ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അതെനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും കേരളത്തിലൊരു കോളേജും കിട്ടാനുള്ള മാർക്ക് എനിക്കിപ്പോൾ ഉണ്ട്. അതുപോലെ ഇന്നെപ്പോലെ തന്നെ കുറേ ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോർഡർ ലൈനായിട്ടും. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സാം നല്ല സ്കോർ വാങ്ങിയിട്ട് രണ്ടാമത്തെ എക്സാമിൽ തീരെ നമ്മൾ കരുതിയ പോലെ പെർഫോം ചെയ്യാൻ പറ്റാതായിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ടാവും. എനിക്ക് ഓരോട് പറയാനുള്ളത്, എൻ്റെ ലൈഫ് ഞാൻ പറയാം നിങ്ങളോട്. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തു. അന്ന് കട്ട് ഓഫ് എത്രയാണ് ഓൾ ഇന്ത്യ 652 എന്നാണ് തോന്നുന്നത്. എനിക്ക് 645 വേണം. ജസ്റ്റ് ഒരു 7 മാർക്ക്. എനിക്ക് 2 ക്വസ്റ്റ്യൻ കൂടെ അറ്റൻഡ് ചെയ്താൽ എനിക്ക് ഈസി ആയിട്ട് കയറിപ്പോയേനും. ഞാൻ സെക്കൻഡ് ചെയ്തു. ഓക്കെ എല്ലാവരും പറഞ്ഞു എനിക്ക് കിട്ടും, ഫസ്റ്റ് റിപ്പീറ്റ് അല്ലേ, ഒന്നും കൂടി ചെയ്ത് നോക്ക് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ചെയ്ത്. അപ്പോൾ എനിക്ക് എത്ര സ്കോർ 526 ആയിരുന്നു അന്ന് ഓൾ ഇന്ത്യ കട്ട് ഓഫ്. 1 മാർക്കിനാണ് എനിക്കന്ന് MBBS സീറ്റ് പോയത്. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഞാൻ ആരും എന്ത് പറഞ്ഞോട്ടെ അത് നമ്മൾ വിഷയമാക്കേണ്ട കാര്യമല്ല. നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളതിന് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാതെ ഒന്നും വെറുതെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അന്നെടുത്തൊരു ഡിസിഷൻ്റെ പുറത്താണ് ഇന്ന് ഞാൻ അവിടെ അങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടേനും, ഒരു തുടക്കം, ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. പക്ഷേ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ആൾക്കാരും എന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് ലൈക്ക് അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഞാനും ഇവിടെ പഠിച്ചിട്ട് എൻ്റെ സാഹചര്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും.
ലൈക്ക് ഇതുപോലെ കടന്നു പോകുന്ന ആൾക്കാരെക്കാളും കൂടുതൽ പേരും ഫസ്റ്റ് എക്സാമിന് നല്ല സ്കോർ ഉണ്ടായിട്ട് ഒരു സീറ്റ് സ്വപ്നം കണ്ട് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് റീനീറ്റ് വന്നപ്പോൾ ലൈക്ക് അത്രത്തോളം മാർക്കൊന്നുമില്ല അത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഒന്നിനും നമ്മൾ തോറ്റു കൊടുക്കാൻ നിൽക്കരുത്. കാരണം ഇത് നമുക്ക് വേണ്ടി നമ്മളെടുത്ത ഡിസിഷൻസാണ്. നമുക്കേ അറിയാം നമ്മുടെ സ്വപ്നം എത്ര വലുതാണെന്ന്. ഞാൻ അന്ന് ഒരു BDS സീറ്റോ അല്ല വേറെ എന്തെങ്കിലും എടുത്താൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും വിധി ഇതാണ് കരുതി നിൽക്കരുത്. നമ്മൾ അതിന് ഓപ്പോസിറ്റ് ചിന്തിച്ചിട്ട് ലൈക്ക് നമ്മൾക്ക് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കണം. ഇത് എല്ലാവരോടും പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെറുത്തൊന്നും ആരൊന്നും കൊടുന്നിരില്ല. നമ്മൾ എന്താണ് തീരുമാനിക്കുന്നത് അതേ നമ്മളാകുള്ളൂ.